അപ്പോൾ മക്കളെ ഇനി എക്സസൈസിന്റെ വരവാണ്. ദാ എക്സസൈസ് 1.1. നമുക്ക് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ എക്സസൈസ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഓരോ ക്വസ്റ്റ്യൻ്റെ അകത്തും ഓരോ പാറ്റേണുകളുണ്ട്. ആ പാറ്റേണുകളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ, ഏതൊരു ചോദ്യം വന്നാലും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആ പറഞ്ഞ വസ്തുത മനസ്സിലാക്കണം. മാത്തമാറ്റിക്സ് എന്നൊരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ചോദ്യങ്ങൾ കാണാതെ പഠിക്കാവുന്ന എന്നുള്ളതല്ല. ഓരോ ചോദ്യത്തിൻ്റെ അകത്തും ഒരു പാറ്റേണും ചെയ്യുന്ന രീതികളുമുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും ഈ പാറ്റേൺ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. മാത്തമാറ്റിക്സ് ഹാസ് യുണീക്ക് ആൻസർ ബട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ് ടു സോൾവ് ഇറ്റ് എന്നാണ് പറയുക. ആ ഒരു വസ്തുത നിങ്ങളുടെ മനസ്സിലേക്ക് ഊന്നി ഉറപ്പിച്ചുകൊണ്ട് ദാ വരുന്നു ആദ്യത്തെ ചോദ്യം. ഡിറ്റർമൈൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോവിംഗ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. നമ്മളുടെ മുമ്പിൽ ആദ്യത്തെ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ. എ എന്ന് പറയുന്ന ഒരു സെറ്റ്. എന്താണ് സെറ്റ്? 1, 2, 3, 4 മുതൽ 14 വരെ. ഡിഫൈൻഡ് ആസ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0. കണ്ടു പേടിക്കേണ്ട ആവശ്യമില്ല. ദാ നോക്കുക മക്കളെ, എന്താണടാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് തന്നിട്ടുണ്ട് അല്ലെ? സെറ്റ് എ ഏതാണ്? 1, 2, 3 എക്സെട്ര 14 വരെയുള്ള ഒരു സെറ്റാണ്. ഓക്കെ ആണല്ലോ. ഞാൻ രണ്ട് ചിത്രം, അതായത് എയിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിലേക്ക് തന്നെ പറയുന്ന ഒരു റിലേഷനാണ്. ഈ സെറ്റിൻ്റെ അകത്ത് 1, 2, 3 അങ്ങനെ 14 വരെ, ഇതിൻ്റെ അകത്ത് 1, 2, 3 അങ്ങനെ 14 വരെ ഉണ്ട്. ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, എക്സ് വൈ നമ്മുടെ റിലേഷൻ്റെ അകത്തെ ഒരു അംഗമാകണമെങ്കിൽ 3x മൈനസ് വൈ ഈക്വൽ ടു 0 ആയിരിക്കണം. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 3x മൈനസ് വൈ ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്യണം. ഇതിന് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാ ഇങ്ങനെ കൂടി എനിക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ വൈനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? y ഈക്വൽ ടു 3x ഈക്വൽ ടു y എന്ന് വരും. അതായത് y ഈക്വൽ ടു 3x. അതായത് ഇത്രയേ ഉള്ളൂ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ റിലേഷൻ്റെ അകത്ത് എക്സ് വൈ എന്ന ഓർഡേർഡ് പെയർ ഉണ്ടാവണമെങ്കിൽ ഈ y എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3 into x ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ അകത്തുള്ള എലമെന്റ്സ് ആണ് എക്സ്, ഇതിൻ്റെ അകത്തുള്ള എലമെന്റ്സ് ആണ് വൈ. നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിനകത്ത് ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന നമ്പർ റിലേറ്റ് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? y ഈക്വൽ ടു 3x അല്ലെ? 3 into 1 3യും ആയിട്ട് അല്ലെ? 2 x ഈക്വൽ ടു 2 റിലേറ്റ് ചെയ്യുന്ന ആരുമായിട്ടാണ് മക്കളെ? 6ഉം ആയിട്ടാണ് അല്ലെ? x ഈക്വൽ ടു 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? 3 into 1 3. x ഈക്വൽ ടു 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ് മക്കളെ? 3 into 2 ഈക്വൽ ടു 6. x ഈക്വൽ ടു 3 ആയാൽ y ഈക്വൽ ടു 3 into 3 9 ആകും. x ഈക്വൽ ടു 4 ആയാൽ y ഈക്വൽ ടു 3 into 4 12 ആകും. x ഈക്വൽ ടു 5 ആയാൽ y ഈക്വൽ ടു 3 into 5 15 ആകും. ആണ്ട കിടക്കടോ ചട്ടേകലം 15 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ സെറ്റിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ? ആ ഫ്ലോയിൽ അങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത്. ഇവിടെയാണ് യുക്തി എന്ന് പറയുന്ന, ലോജിക് എന്ന് പറയുന്ന ബേസിക് എലമെന്റ് മക്കളെ നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ ആണോടാ? കാരണം നമുക്ക് 14 വരെയുള്ള നമ്പർ നമ്മുടെ സെറ്റിലുള്ളൂ. 15 എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആണ്. അപ്പം നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഇത്രയും ആൾക്കാരെ വരുള്ളൂ. ഏതൊക്കെയാണോടാ? ഓർഡേർഡ് പെയർ 1 3, പിന്നെ x 2 ആകുമ്പോൾ y 6, x 3 ആകുമ്പോൾ y 9, x 4 ആകുമ്പോൾ y 12. അതായത് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ഏതാണ്? 1 3, 2 6, പിന്നെ 3 9, പിന്നെ 4 12 എന്നത് മാത്രമേ വരുള്ളൂ. നമ്മുടെ റിലേഷൻ കൃത്യമായിട്ട് നമുക്ക് കിട്ടി. അതായത് ഈ തന്നിരിക്കുന്ന സെറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ്റെ നമുക്ക് തന്നിരുന്ന ഏത് ഫോമാണ്? നമുക്ക് തന്നിരുന്നത് മറ്റേ നമ്മുടെ എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് തന്നിരുന്നത് അല്ലേ? അപ്പം നമ്മൾ അതിന് ഇത് ആ റിലേഷൻ കൃത്യമായിട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് എഴുതി. ഓക്കെ, ഇപ്പം നമുക്കറിയാം കൃത്യമായിട്ട് ഇതിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ നോക്കടാ, നിങ്ങൾ നോക്കിക്കേ. നമ്മുടെ സെറ്റിലുള്ള എയിലുള്ള 1 ബിലോങ്സ് ടു എ ആണല്ലോ. 1, 1 ബിലോങ്സ് ടു ആർ ആണോ? റിഫ്ലെക്സീവ് ആവണി എങ്ങനെയാണ്? ഫോർ ഈച്ച് എ ബിലോങ്സ് ടു എ, ഫോർ ഈച്ച് എ ബിലോങ്സ് ടു എ, എ ബിലോങ്സ് ടു ആർ ആയെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ? റിഫ്ലെക്സീവ് എന്ന വസ്തുത സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 ബിലോങ്സ് ടു എ ആണ്. 1 1 ഇതിൻ്റെ അകത്ത് ഉണ്ടോടാ? ഇതാ നോക്കിക്കേ, ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ്? 1, 1 എന്ന് പറഞ്ഞ സാധനം ഇല്ല.
ബാക്കി എന്തൊക്കെ ഉണ്ടായിട്ട് കാര്യം 1 എന്ന എലമെന്റിന് കറസ്പോണ്ടിങ് ആയി 1 എന്നുള്ള അതിനകത്തില്ല. ഇനി ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇതെന്തല്ല റിഫ്ലക്സീവ് അല്ല. ഈ ഒരു ഒറ്റ എലമെന്റ് 1 എന്ന് പറയുന്നത് റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റിഫ്ലക്സീവ് അല്ല, നോട്ട് റിഫ്ലക്സീവ്. ഏത്? ഈ റിലേഷൻ റിഫ്ലക്സീവ് അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തമായി മനസ്സിലാക്കേണ്ടത് റിഫ്ലക്സീവിന്റെ ഡെഫിനേഷൻ എന്താണ്? ഫോർ ഈച്ച് എ ബിലോങ്സ് ടു എ, ഫോർ ഈച്ച് ഏതൊരു എ എന്ന് പറയുന്ന സെറ്റിൽ ഏതൊരു എലമെന്റ് എടുത്താലും എ എന്ന് പറയുന്ന എലമെന്റ് റിലേഷൻ ഉണ്ടാവണം. ഇവിടെ നിങ്ങൾ 1 എന്നൊരു എലമെന്റ് എടുത്തപ്പോൾ 1 എന്ന എലമെന്റ് എവിടെ ഇല്ലടാ, റിലേഷൻ ഇല്ല. മതി, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി 2 എടുത്താൽ 2 ഇല്ല, 3 എടുത്താൽ 3 ഇല്ല, 4 എടുത്താൽ 4 ഇല്ല. ഇതിൻ്റെ അകത്ത് എയിലെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എ കോമ എന്ന് പറയുന്ന എലമെന്റ് അകത്ത് ഇല്ല. പക്ഷേ ഇത് നമ്മളിവിടെ തുടക്കത്തിൽ ഒറ്റ ആളില്ലെന്ന് കണ്ടപ്പോൾ തന്നെ അവിടെ കൊണ്ട് തന്നെ നമുക്ക് നിർത്താം. ഓക്കെ, കാരണം അത് തെറ്റിക്കുന്ന ഒരാൾ കിട്ടിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാൾ വിചാരിച്ചാൽ മതി ആ ക്ലാസ്സിന് മോശമാവാൻ. ശരിയല്ലേടാ? എന്ന് പറയുന്നത് പോലെ ഈ ഗ്രൂപ്പിൽ 1 എന്ന എലമെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ബാക്കി ആരൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലും കാര്യമില്ല. വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? സ്ട്രാറ്റജിയാണ് മനസ്സിലാക്കേണ്ടത്. റിഫ്ലക്സീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അല്ല എന്ന് പറയുന്ന ഒരു എലമെന്റിന് എനിക്ക് കിട്ടിയാൽ പിന്നെ ഞാൻ മുമ്പോട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? റിഫ്ലക്സീവ് കഴിഞ്ഞു, നമുക്ക് സിമെട്രിക്കിനെ പറ്റി ചെക്ക് ചെയ്യാം. അപ്പം സിമെട്രിക് ആണോ എന്ന് നമുക്ക് നോക്കണം. അതായത് സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെറ്റ് XY ബിലോങ്സ് ടു R. എപ്പോഴൊക്കെ XY എന്ന എലമെന്റ് നമ്മുടെ റിലേഷനിലുണ്ടോ അപ്പോഴൊക്കെ YX എന്ന് പറയുന്ന എലമെന്റും നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണം. എടാ ഒന്നുമില്ല, നോക്കിക്കേ, 1 3 ബിലോങ്സ് ടു R ആണ്. ശരിയല്ലേ? ഫസ്റ്റ് എലമെന്റ് ഞാൻ എടുത്തു, ഇത് തിരിച്ചിട്ടേടാ 3,1 ആണ്. അത് നമ്മുടെ റിലേഷനിലുണ്ടോ? നമ്മുടെ റിലേഷനിൽ അങ്ങനെ ഒരു എലമെന്റ് ഇല്ല. സോ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഈ ഒരു ഒറ്റ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും R ഈസ് നോട്ട് സിമെട്രിക്. R എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് അല്ല എന്ന് വ്യക്തമായിട്ട് സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഞാനിപ്പോൾ 1 3 എന്ന എലമെന്റ് എടുത്തു ഇതിൻ്റെ അകത്തുനിന്ന്. ഇനി 3യിൽ തുടങ്ങുന്ന ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ നോക്കുക. ഇത് 3 തുടങ്ങുന്നില്ല, ഇത് 3യിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ 1 3യും 3 9ഉം എവിടെ ഉള്ളതാണ്? റിലേഷനിലുള്ളതാണ്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? A, B ആൻഡ് B, C. അതായത് ഫസ്റ്റ് എലമെന്റ് തീരുന്ന അതേ നമ്പറിൽ, അതേ എലമെന്റ് ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ അതേ നമ്പറിൽ സെക്കൻഡ് എലമെന്റും തുടങ്ങണം. ഫസ്റ്റ് ഓർഡേഡ് പെയർ തീരുന്ന അതേ എലമെന്റിൽ സെക്കൻഡ് ഓർഡേഡ് പെയർ തുടങ്ങണം. അങ്ങനെ ഒരു സാധനം നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ ആ കോമൺ ആളെ മാറ്റി AC-യും കിട്ടുന്ന AC-യും എവിടെ തന്നെ ഉണ്ടാവണം? റിലേഷനിൽ ഉണ്ടാവണം. ഫോർ ഓൾ A, B, C ബിലോങ്സ് ടു R. ഇത് സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പേര് കിട്ടി. എന്താണ്? 1 3 3 9 ബിലോങ്സ് ടു R ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം മക്കളെ? അങ്ങനെ എന്തായിരിക്കണം? ഇവിടെ അങ്ങനെയാണെങ്കിൽ 1 3യും 3 9ഉം എവിടെയുണ്ട്? റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 3 കോമൺ 3നെ മാറ്റി ബാക്കി 2 പേർ ചെയ്യുക. 1 9 നമ്മുടെ റിലേഷനിലുണ്ടോ എന്ന് നോക്കുക. 1 9 റിലേഷനിലുണ്ടോ? ഇതാണ് നമ്മുടെ റിലേഷൻ. 1 9 നമ്മുടെ റിലേഷനിലില്ല. നോക്കിക്കേ, ഈ ട്രാൻസിറ്റീവിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു കേസ് നമുക്ക് കിട്ടിയാൽ മതി. അതായത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഒരു പെയർ ആൾക്കാർ നമുക്ക് കിട്ടി. ബാക്കി ഈ 2 പെയർ എവിടെയുണ്ട്? 1 3യും 3 9 റിലേഷനിലുണ്ട്, പക്ഷേ 1 9 റിലേഷനിലില്ല. ആ ഒരു ഒറ്റ വസ്തുത കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇനി ബാക്കി ആരൊക്കെ ട്രാൻസിറ്റീവ് എന്നുള്ള കാര്യം ഈ റിലേഷനിൽ സാറ്റിസ്ഫൈ ചെയ്താലും ഈ 2 പെയറും ഇതിൻ്റെ അകത്ത് താമസിക്കുന്നിടത്തോളം ട്രാൻസിറ്റീവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ തന്നെ പറയാൻ പറ്റും ആ റിലേഷനും അതുകൊണ്ട് തന്നെ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന്. R ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? R ഈസ് നോട്ട് റിഫ്ലക്സീവ്. R റിഫ്ലക്സീവ് അല്ല, നോട്ട് സിമെട്രിക് അല്ല, ആൻഡ് നോട്ട് ട്രാൻസിറ്റീവ്. സിമെട്രിക്കും അല്ല, റിഫ്ലക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ല എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളിലെ അപ്രോച്ച് ചെയ്യുന്നത്. കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് മാർക്കിനനുസരിച്ച് വേണം ആ ഒരു വസ്തുതകൾക്ക് നിങ്ങൾ ആൻസർ കൊടുക്കാനായിട്ട്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ശരി. അപ്പോൾ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റിലേഷൻ R ഇൻ ദ സെറ്റ് N ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ബേസിക് സെറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ദ റിലേഷൻ ഈസ് ഡിഫൈൻഡ് ബൈ R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ XY സച്ച് ദാറ്റ് Y ഈക്വൽ ടു X + 5 ആൻഡ് X ലെസ് ദാൻ 4. ഇവിടെ ഇങ്ങനെയൊക്കെ തരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ഒരു വസ്തുത ഇവിടെ ഉദിക്കുന്നില്ല. കാരണം ഇത് ഇങ്ങനെ തന്നെന്ന് വിചാരിച്ച് നിങ്ങളത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് X ലെസ് ദാൻ 4 ആണ്. X ലെസ്
4. അതായത് എക്സിന് എടുക്കാൻ പറ്റുന്ന ഓർഡേർഡ് പെയർ എക്സ് വൈക്കകത്ത് ഈ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് മാത്രം നിങ്ങൾ നോക്കുക. എക്സിന് എടുക്കാൻ പറ്റുന്ന <4 ആണ്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3. ശരിയല്ലേ? 4 എടുക്കാൻ പറ്റുമോ? ഇല്ല. എക്സ് വാല്യൂസ് <4 ആയിരിക്കണം. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന സെറ്റ് എന്നിൽ നിന്നും എന്നിലേക്ക് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അതിൻ്റെ അകത്ത് എക്സിന് എടുക്കാൻ 1, 2, 3 ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ പറയുന്നത് y = x+5 ആണ്. അതായത് എക്സ് = 1 ആയാൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 1 + 5 ആയ 6 ആയിരിക്കും. എക്സ് = 2 ആയാൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 2 + 5 ആയ 7 ആയിരിക്കും. എക്സ് = 3 ആയാൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? ഇതാ നോക്കടാ, 3 + 5 = 8 ആയിരിക്കും. അതായത് ഇവിടെ എക്സ് 1 ആകുമ്പോൾ y 6, ഇവിടെ എക്സ് 2 ആകുമ്പോൾ y 7, ഇവിടെ എക്സ് 3 ആകുമ്പോൾ y 8. നോക്കിക്കേ, ഇതിനപ്പുറത്തേക്ക് വരത്തില്ല. കാരണം നമുക്ക് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 1, 2, 3 മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ റിലേഷനിലെ അംഗങ്ങളെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞു. 1,6, 2,7, 3,8. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. എന്താ നോക്കുക, റിഫ്ലെക്സീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. നമുക്ക് എന്താണ്? 1 ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പക്ഷേ 1 എന്ന് പറയുന്ന നമ്മുടെ റിലേഷനിലുണ്ടോ? ഡസ് നോട്ട് ബിലോങ്സ് ടു റിലേഷൻ. അപ്പോൾ ഇതെന്തല്ല? റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. ഇനി അതേ പോയിന്റിൽ തന്നെ ഇത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, 1 ബിലോങ്സ് ടു n ബട്ട് 1,1 ഡസ് നോട്ട് ബിലോങ്സ് ടു r. therefore r is not reflexive. ഇനി സിമെട്രിക് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. എടാ ഇതിൻ്റെ അകത്തുനിന്നാണ് 1,6 എന്ന് പറയുന്നത് ബിലോങ്സ് ടു r ആണ്. പക്ഷേ 6,1 അത് തിരിച്ചിടുമ്പോൾ കിട്ടുന്ന ഓർഡേർഡ് പെയറായ 6,1 നമ്മുടെ റിലേഷനിലുണ്ടോ? ഇല്ല. അത് തെറ്റിക്കുന്ന ഒരാളെ കിട്ടിയാൽ മതി. അങ്ങനെ നമ്മൾക്ക് വിരുദ്ധമായിട്ട്, നമ്മുടെ റിഫ്ലെക്സീവിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം റിഫ്ലെക്സീവ് അല്ല ആ റിലേഷൻ എന്ന്. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? കൗണ്ടർ എക്സാമ്പിൾ. എന്താണ് കൗണ്ടർ എക്സാമ്പിൾ. ഇവിടെ നമുക്ക് അടുത്ത കൗണ്ടർ എക്സാമ്പിൾ കിട്ടി. അപ്പോൾ ഇതെന്തല്ല? സിമെട്രിക് അല്ല എന്ന് കിട്ടി. ഇനി ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളതാണ് അടുത്തത്. ഇതാ നോക്കുക, ട്രാൻസിറ്റീവിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത്? അപ്പോൾ ഇതാ നോക്കുക മക്കളെ, ഇനി നമുക്ക് നോക്കേണ്ടത് ട്രാൻസിറ്റീവ് ആണോ ഈ റിലേഷൻ എന്നുള്ളതാണ്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് മക്കളെ? A, B എന്നൊരു ഓർഡേർഡ് പെയർ എൻ്റെ കയ്യിലുണ്ട്. ഇനി ആ B, C, A, B എന്ന ഓർഡേർഡ് പെയർ തീരുന്ന അതേ എലമെൻറ്റിൽ അടുത്ത ഓർഡേർഡ് പെയർ തുടങ്ങണം. അങ്ങനെ എലമെൻറ്റ് എൻ്റെ റിലേഷനിലുണ്ട് എങ്കിൽ എന്തായിരിക്കണം? A, Cയും റിലേഷനിൽ ഉണ്ടാകണം. ഫോർ ഓൾ A, B, C ബിലോങ്സ് ടു ആ സെറ്റ് ഏതോ നമ്മുടെ സെറ്റ്. ഇവിടെ നമുക്ക് ഏതാണ് സെറ്റ്? n ആയതുകൊണ്ട് വേണമെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് എടുക്കാം. ഇങ്ങനെ വന്നാലാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നു A, B, C എന്ന് പറയുന്നുള്ള പേരുകൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഞാൻ 1,6 എടുത്തു കഴിഞ്ഞാൽ 6ൽ തുടങ്ങുന്ന അടുത്ത ഓർഡേർഡ് പേരുണ്ടോ? എൻ്റെ കയ്യിലില്ല. ഇനി ഞാൻ ശരി അടുത്ത എലമെന്റിലേക്ക് പോകുന്നു. 2,7 എന്ന ഓർഡേർഡ് പെയർ ഞാൻ എടുത്താൽ 7ൽ തുടങ്ങുന്ന അടുത്ത ഓർഡേർഡ് പെയർ ഈ റിലേഷനിലുണ്ടോ? ഇല്ല. 3,8 എന്ന ഓർഡേർഡ് പെയർ ഞാൻ എടുത്താൽ 8ൽ തുടങ്ങുന്ന അടുത്ത ഓർഡേർഡ് പെയർ സെറ്റിലുണ്ടോ? ഈ റിലേഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസിറ്റിവിറ്റിനെ പറ്റി സംസാരിക്കേണ്ട ബേസിക് എലമെൻറ്റ്സ് പോലും ഈ റിലേഷനിലില്ല. പിന്നെ ഇത് ട്രാൻസിറ്റീവ് ആകുമോ? ഇല്ല. അതായത് ട്രാൻസിറ്റീവ് എന്ന വാക്ക് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ആൾക്കാർ പോലും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ പിന്നെ ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കേണ്ട ആവശ്യമില്ല. ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ ആയോ? പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ. അതായത് നമുക്കിപ്പോൾ ഇല്ലാത്ത യോഗ്യത, ഇപ്പം നമുക്കൊരു സാധനം എടുക്കാനുള്ള യോഗ്യത ഇല്ല എങ്കിൽ പിന്നെ നമുക്കത് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യമുണ്ടോ? ഇല്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കൊരു BMW കാർ മേടിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് BMW കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇല്ല. അത് മേടിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല. പണമോ അല്ലെങ്കിൽ പവറോ വേണ്ട പോസിബിലിറ്റീസോ ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ BMW കാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല എന്ന് തന്നെ വ്യക്തമായിട്ട് കണ്ണും പൂട്ടി പറയാം. എന്ന് പറയുന്ന പോലെ ട്രാൻസിറ്റീവ് ആകേണ്ട ബേസിക് ഘടകങ്ങളില്ലാത്ത ഈ റിലേഷൻ പിന്നെ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യേണ്ട പോലെ ആവശ്യമില്ല. കൃത്യമായിട്ട് പറയാം ദിസ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. സോ ദാറ്റ് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ വീണ്ടും റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല, സെറ്റ്. ഓക്കെ ആണോടാ? ക്ലിയർ ആണോ? അപ്പോൾ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്കൊരു റിലേഷൻ പറയുന്നുണ്ട്. റിലേഷൻ ഇൻ ദ സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ്. എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ 1, 2, 3, 4, 5, 6. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? R is equal to set of all ordered pair xy such that y is divisible by x. y എന്ന് പറയുന്നത്, അതായത് x, y എന്ന് പറയുന്ന എലിമെന്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എന്താണ്? y is
ഡിവിസിബിൾ ബൈ എക്സ് ആയിരിക്കണം. സെക്കൻഡ് എലമെൻറ്റ്, ആ ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. വ്യക്തമാണ് കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനുകളിൽ ചെയ്തതുപോലെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരുന്ന റിലേഷനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതി, അതായത് സെറ്റ് ബിൽഡർ ഫോം എന്താണെന്ന് അറിയാം, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. അതിന് റോസ്റ്റർ ഫോമിലേക്ക് അതിനകത്തുള്ള എലമെൻസിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. ആ റോസ്റ്റർ ഫോമിലേക്ക് എഴുതി അതിൻ്റെ അകത്ത് നോക്കി റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ജനറൽ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ആ വഴി ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിനെക്കാട്ടിലും എളുപ്പത്തിൽ ആൻസർ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഓക്കെ, ഇതാ നോക്കുക മക്കളെ, ഇവിടെ നോക്കിക്കേ, ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പർ കൊണ്ട് തന്നെ ഡിവിസിബിൾ ആണ് അല്ലേ. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് റിഫ്ലക്സീവ് ആണോ എന്നുള്ളതാണ്. റിഫ്ലക്സീവ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ്? ഫോർ ഈച്ച് എ ബിലോങ്സ് ടു എ ബിലോങ്സ് ടു ആർ. അതായത് എ എന്ന സെറ്റിലെ ഏത് എലമെന്റ് എടുത്താലും എ എന്ന് പറയുന്ന എലമെന്റ് റിലേഷനിൽ ഉണ്ടാവണം. ഇവിടെ എ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? എ ഈസ് ഡിവിസിബിൾ ബൈ എ ആണ് അല്ലേ. എ ഈസ് ഡിവിസിബിൾ ബൈ എ ആണ്. നിങ്ങൾ ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പർ അതിനെ തന്നെ ഡിവൈഡ് ചെയ്യും. അതായത് 1 ഈസ് ഡിവിസിബിൾ ബൈ 1 ആണ് അല്ലേ. 2 ഈസ് ഡിവിസിബിൾ ബൈ 2 ആണ്. അങ്ങനെ നിങ്ങൾ ഈ സെറ്റിലെ, ഈ പറയുന്ന സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്താലും അത് അതിനെ തന്നെ ഡിവൈഡ് ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്താണ്? 1 എന്ന് പറയുന്ന എലമെൻ്റ് റിലേഷനിലുണ്ടാകും, 2 എന്ന് പറയുന്ന എലമെൻ്റ് റിലേഷനിലുണ്ടാകും. അങ്ങനെ പോയി ലാസ്റ്റ് എന്താണ്? 6 എന്ന് പറയുന്ന എലമെൻറ്റും റിലേഷനിലുണ്ടാകും. ദെയർഫോർ ഇവിടെ ഒറ്റയടിക്ക് പറയാം ആർ ഈസ് റിഫ്ലക്സീവ് ആണ്. ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് ഒന്നും നോക്കാതെ തന്നെ പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് സിമെട്രിക് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കാണ്. സിമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലേക്ക് ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓരോന്നോരോന്നല്ല, നമ്മൾ ഈ സിമെട്രിക്കിനെതിരായിട്ട് ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ, കൗണ്ടറായിട്ട് നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ എന്നുള്ള വസ്തുത ക്രോസ് വെരിഫൈ ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുക. കൗണ്ടർ എക്സാമ്പിൾ ഒരെണ്ണം കിട്ടിയാൽ കയ്യിൽ നിന്ന് പോയി, സിമെട്രിക്ക് നഷ്ടപ്പെട്ടു, പിന്നെ നമ്മൾ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ഈ റിലേഷനിലുള്ള ഒരു എലമെൻറ്റ് എടുക്കുന്നു, ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഈ റിലേഷനിൽ വരുന്ന രീതി നിങ്ങളൊന്ന് എടുത്ത്, ഈ പറയുന്ന എലമെൻറ്റുകളല്ലാതെ മറ്റ് 2 ഡിഫറെൻറ്റ് എലമെൻറ്റുകൾ ഏതാണടാ? ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. എന്താ നോക്കിക്കേ, 6 ഈസ് ഡിവിസിബിൾ ബൈ 3. അതായത് 6 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? 3,6 എന്ന് പറയുന്ന ആ നമ്പർ നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. 3 നമ്മുടെ സെറ്റിലെ അംഗമാണ്, 6 നമ്മുടെ സെറ്റിലെ അംഗമാണ്. അപ്പോൾ അത് വെച്ചുണ്ടാക്കുന്ന 3,6 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ നമുക്ക് പറയാൻ പറ്റും. ആ ഓർഡേഡ് പെയർ കൃത്യമായിട്ടും ഈ റിലേഷൻ്റെ അകത്ത് അംഗമാണ്, കാരണം 6 ഈസ് ഡിവിസിബിൾ ബൈ 3. ഇനി നിങ്ങൾ നോക്കുന്നത് തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 6,3 നമ്മുടെ റിലേഷനിൽ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ചോദ്യം. നമുക്ക് നോക്കാം. 6,3 റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ 3 ഈസ് ഡിവിസിബിൾ ബൈ 6 ആയിരിക്കണം. എടാ 3 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, 6,3 എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. പക്ഷേ 3,6 നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരുന്നു, 6,3 നമ്മുടെ റിലേഷനിലില്ല. ഈ ഒരു ഒറ്റ കൗണ്ടർ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ആർ ഈസ് നോട്ട് സിമെട്രിക്. ആർ എന്ന് പറയുന്നത് സിമെട്രിക് അല്ല എന്ന് വ്യക്തമായിട്ട് സ്ഥാപിക്കാം. നമുക്ക് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ കിട്ടി. അങ്ങനെയുള്ള എക്സാമ്പിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗണ്ടർ എക്സാമ്പിൾ. ഇനി നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയായിരുന്നു ട്രാൻസിറ്റീവ്? ഇഫ് എ കോമ ബി സി, എ ബി ബി സി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ റിലേഷനിലുണ്ട് എങ്കിൽ എ കോമ സിയും റിലേഷനിലുണ്ടാകണം. ഫോർ ഓൾ എ കോമ ബി കോമ സി ബിലോങ്സ് ടു എ. ഇതാണ് നമ്മുടെ സാഹചര്യം. അപ്പോൾ ഞാൻ എൻ്റെ റിലേഷനിൽ വരുന്ന രീതിയിൽ ഇപ്പോൾ നോക്കിക്കേ, 2,4 എന്ന് പറയുന്ന എലമെൻറ്റ് എൻ്റെ റിലേഷനിലുണ്ട്. കാരണം എന്താണ്? 4 ഈസ് ഡിവിസിബിൾ ബൈ 2. അതുപോലെ ഇനി അടുത്തത് ഏതാ എടുക്കുക? നമുക്ക് നോക്കാം. 2,4 എടുത്തു. ഓക്കെ, ഇനി അടുത്തത് 4,4 ബിലോങ്സ് ടു ആർ ആണ് അല്ലേ. നിങ്ങൾ നോക്കിക്കേ. ഇനി ഇതുപോലെ അപ്പം ഒരു കാര്യം നോക്കുക. ഇവിടെ ഇത് രണ്ടും കൂടെ എടുത്തു. 2,4 എഗെയിൻ ബിലോങ്സ് ടു ആർ ആയിരിക്കും. കാരണം എന്താ? 2,4 ഈസ് ഡിവിസിബിൾ ബൈ 2 ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
ബി ഈസ് ഡിവിസിബിൾ ബൈ എ. ഇനി ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സി ഈസ് ഡിവിസിബിൾ ബൈ ബി. ഓക്കെ ആണല്ലോ. അതായത് ബി എന്ന നമ്പർ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? സി എന്ന നമ്പർ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് സി ഈസ് ഡിവിസിബിൾ ബൈ ബി. സീനെ, അതായത് ഈ സി എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബി എന്ന് പറയുന്ന നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ എ ആണെങ്കിൽ ഉറപ്പായിട്ടും സി എന്ന് പറയുന്ന നമ്പർ ഡിവിസിബിൾ ബൈ എ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, 8 ഈസ് ഡിവിസിബിൾ ബൈ 4. ശരിയല്ലേ? അതായത് 4 കൊണ്ട് 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 4 ഈസ് ഡിവിസിബിൾ ബൈ 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോക്കിക്കേ 8 ഈസ് ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. ഏത് നമ്പർ എടുത്തോ? നിങ്ങൾ 9 എടുത്തോ. 9 ഈസ് ഡിവിസിബിൾ ബൈ 9 വേണ്ട, 12 എടുക്കാം. ഓക്കെ, ഏതൊരു എക്സാമ്പിൾ എടുത്താലും ഇതിങ്ങനെ തന്നെയാണ് വരുന്നത്. 12 ഈസ് ഡിവിസിബിൾ ബൈ 6 ആൻഡ് 6 ഈസ് ഡിവിസിബിൾ ബൈ 3. ദെൻ 12 ഈസ് ഡിവിസിബിൾ ബൈ 3. അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു റൂളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ബി ഈസ് ഡിവിസിബിൾ ബൈ എ ആൻഡ് സി ഈസ് ഡിവിസിബിൾ ബൈ ബി ആണ് എങ്കിൽ, ഒരേ സമയം ആണ് എങ്കിൽ ഉറപ്പായിട്ടും സി വിൽ ബി ഡിവിസിബിൾ ബൈ എ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു പർട്ടിക്കുലർ റിലേഷൻ്റെ പ്രത്യേകത y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണെങ്കിലാണ് എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആ റിലേഷനിൽ അംഗമാവുക. അപ്പോൾ ആ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ട്രാൻസിറ്റീവിൻ്റെ ഏതൊരു ജനറൽ എലമെന്റ് എടുത്താലും എ കോമ ബി, ബി കോമ സി ബിലോങ്സ് ടു ആർ ആണ് എങ്കിൽ നമുക്ക് വ്യക്തമായിട്ടും പറയാനായിട്ട് സാധിക്കും എന്ത്? എ കോമ സിയും ആ റിലേഷനിൽ വ്യക്തമായിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഇംപ്ലൈസ് എ കോമ സി ബിലോങ്സ് ടു ആർ. ഇത് ഏതെങ്കിലും ഒരാൾക്കാണോ? അല്ല. ഫോർ എനി എ കോമ ബി കോമ സി ബിലോങ്സ് ടു എ. എ എന്ന് പറയുന്ന സെറ്റിലെ ഏത് 3 എലമെന്റ് എടുത്താലും ഈ ട്രാൻസിറ്റീവിൻ്റെ വസ്തുത കൃത്യമായിട്ടും ഈ പർട്ടിക്കുലർ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. Therefore R is, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആയിരിക്കുമെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിരുന്ന റിലേഷൻ എന്തൊക്കെയാണ്? റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമെട്രിക്. ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായോ? നമുക്ക് തന്നിരുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ സിമെട്രിക് അല്ല. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരി, അപ്പൊ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഇസഡ് ഓഫ് ഓൾ. സെറ്റ് ഇസഡ് എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ബൈ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു റിലേഷനിലെ അംഗമാകണം ഓർഡേർഡ് പെയർ എക്സ് വൈ എങ്കിൽ എക്സ് മൈനസ് വൈ എന്തായിരിക്കണടാ? ഇൻഡിജർ ആയിരിക്കണം. എക്സ് മൈനസ് വൈ ഇൻഡിജർ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ബിലോങ്സ് ടു റിലേഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ എക്സും വൈയും എവിടെ നിന്നാണ് വരുന്നത്? ഇൻഡിജേഴ്സ് ആണ്. റിഫ്ലെക്സീവിനെ പറ്റി നോക്കാം. ഞാൻ എടുക്കുന്നു ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഇസഡ്. നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? എക്സ് കോമ എക്സ് നമ്മൾ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. റിലേഷൻ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? എക്സ് മൈനസ് വൈ ഇൻഡിജർ ആയിരിക്കണം. ഇവിടെ ഞാൻ നോക്കുന്നു എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഓൾവേസ് ഇൻഡിജർ, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഇൻഡിജർ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും റിലേഷനിൽ ഉണ്ടാവും. അതുവഴി നമുക്ക് എന്ത് പറയാൻ പറ്റി? ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങളൊരു ഇൻഡിജർ, ഏതൊരു ഇൻഡിജർ എടുത്താലും ആ ഇൻഡിജർ തമ്മിൽ ആ ഇൻഡിജർ ഏതൊരു ഇൻഡിജർ എടുത്തു, ഇപ്പോൾ 2 എടുത്തു, 2 മൈനസ് 2 എപ്പോഴും ഇൻഡിജർ ആയിരിക്കും, 0 ആണ്. 3 എടുത്തു, 3 മൈനസ് 3 0 ആയിരിക്കും. 4 എടുത്തു, 4 മൈനസ് 4 0 ആയിരിക്കും. -3 എടുത്തു, -3 മൈനസ് -3 0 ആണ്. അപ്പോൾ ഏതൊരു ഇൻഡിജർ എടുത്ത് അതിന് ആ സെയിം ഇൻഡിജറിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്താലും 0 ആണ് കിട്ടുന്നത്. സോ നമുക്ക് എന്താണ്? ഈ റിലേഷൻ റിഫ്ലെക്സീവ് എന്ന് പറയുന്ന വസ്തുത കൃത്യമായും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എടുക്കുന്നു സിമെട്രിക് അല്ലേടാ നമുക്ക് ചെക്ക് ചെയ്യേണ്ട അടുത്തത്. ഞാൻ എടുക്കുന്നു ലെറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി ഇത് ഞാൻ തിരിച്ചിട്ടാൽ വൈ മൈനസ് എക്സ് എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് വീണ്ടും ഒരു ഇൻഡിജർ ആയിരിക്കും അല്ലേ? ഇതൊരു പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ വൈ മൈനസ് എക്സ് കാണുമ്പോൾ എന്തായിരിക്കുന്നുള്ളൂ? ഒരു നെഗറ്റീവ് നമ്പർ ആണെന്നുള്ളൂ. കാണിച്ചു തരാം. അത് നിങ്ങൾ നോക്കിക്കേ. 2 മൈനസ്
1 എന്ന് പറയുന്നത് എന്താണ്? 1, അതൊരു ഇൻറ്റിജർ ആണ് അല്ലെ, പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. 1 - 2 എന്ന് പറയുന്നതോ -1, എഗെയിൻ അത് എന്ത് തന്നെയാണ്? ഇൻറ്റിജർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? y, x എന്ന് പറയുന്നതും റിലേഷനിലുണ്ടാവും. എപ്പോഴൊക്കെ ഓർഡേർഡ് പെയർ XY റിലേഷനിലുണ്ടോ അപ്പോഴൊക്കെ y, x എന്ന് പറയുന്ന എലമെൻറ്റും ആ റിലേഷനിലെ അംഗമായിരിക്കും. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? ഈ റിലേഷൻ എന്താണടാ? സിമെട്രിക് ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഊന്നി പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? വസ്തുത മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മളുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ്? ട്രാൻസിറ്റിവിറ്റിനെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാ നോക്കുക, ട്രാൻസിറ്റീവ് ആണോ അല്ലയോ, ട്രാൻസിറ്റീവ് ആണോ അല്ലയോ ഞാൻ നോക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ എടുക്കുന്നു A, B ആൻഡ് B, C ബിലോങ്സ് ടു R. അങ്ങനെയാണല്ലോ നമ്മൾ എടുക്കുക. ഓക്കെ, A, B, B, C ബിലോങ്സ് ടു R ആണെങ്കിൽ നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? A, C ബിലോങ്സ് ടു R ആയിരിക്കും for every A, B, C ബിലോങ്സ് ടു R. ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ for every ആണ് കേട്ടോ. ശരി, ഇപ്പോൾ ഇവിടെ നോക്കിയേ മക്കളെ, A, B ബിലോങ്സ് ടു R എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെടാ? A - B എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ ആയിരിക്കും എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് B, C ബിലോങ്സ് ടു R എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെടാ? ദാ നോക്കിയേ മക്കളെ, ഇവിടെ എന്തായാലും നമ്മുടെ റിലേഷൻ x - y എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? B - C എന്ന് പറയുന്നതും ഇൻറ്റിജർ ആണ് എന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. അതായത് A - B പ്ലസ് B - C ഈക്വൽ ടു ഇൻറ്റിജറും ആഡ് ചെയ്താൽ വീണ്ടും കിട്ടുന്ന എന്താണ്? ഇൻറ്റിജർ ആണ്. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇൻറ്റിജർ ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ആ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചത്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യാനാണ്. രണ്ട് ഇൻറ്റിജറിനെ കൂട്ടിയാൽ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് മറ്റൊരു ഇൻറ്റിജർ ആയിരിക്കും. അതിനെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഗെയിൻ ഉറപ്പായിട്ടും ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഇൻറ്റിജർ പ്ലസ് ഇൻറ്റിജർ വീണ്ടും ഇൻറ്റിജർ ആണെന്ന് മനസ്സിലായി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, -b പ്ലസ് ബി ക്യാൻസൽ ആവില്ലേ? A - B പ്ലസ് B - C പറയുമ്പോൾ ഇത് ക്യാൻസൽ ആവും. അതായത് A - C എന്നുള്ളത് ഒരു ഇൻറ്റിജർ ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒന്നും ചെയ്തില്ല, ഓട്ടോമാറ്റിക്കലി കിട്ടിയതാണ്. അതിൻ്റെ അർത്ഥം A - C ഇൻറ്റിജർ ആണെങ്കിൽ A, C ബിലോങ്സ് ടു R ആയിരിക്കും. അപ്പോൾ എപ്പോഴൊക്കെ ഓർഡേർഡ് പെയർ AB ആൻഡ് ഓർഡേർഡ് പെയർ BC എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഉണ്ടോ അപ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിൽ AC ഉണ്ടാകും. ആ റിലേഷൻ AC എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും റിലേഷൻ്റെ അകത്ത് തന്നെ താമസിക്കുന്നുണ്ടാവും. ഇത് ഏതെങ്കിലും ഞാനിതെടുത്ത് എന്താണ്? Aയും Bയും Cയും റാൻഡം ആയിട്ടുള്ള 3 എണ്ണമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർ ഓൾ A, B, C ബിലോങ്സ് ടു Z. ഏതെങ്കിലും 3 ഇൻറ്റിജറാണ് ഞാൻ എടുത്തത്, ഒരു പ്രത്യേകത ഇമ്പോസ് ചെയ്യാത്ത ഇൻറ്റിജർ. അതുകൊണ്ട് നമുക്ക് പറയാം R ഈസ് ട്രാൻസിറ്റീവ് എന്ന്. അപ്പോൾ ഇവിടെ എന്തായി മക്കളെ? R എന്ന് പറയുന്നത് റിഫ്ലക്സീവാണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അവിടെ വെച്ച് തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇത് 3ഉമാണെങ്കിൽ ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ് എന്നുകൂടി പറയാനായിട്ട് സാധിക്കും. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഒരു എക്സാം പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ് നമുക്ക് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ, ആ ഒരു പാറ്റേൺ, പല രീതി ഓഫ് അപ്രോച്ചുകളെ, എല്ലാ രീതി ഓഫ് അപ്രോച്ചിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഓക്കെ ആണല്ലോ? ശരി.